ഉർവശി, കൽപ്പന, കലാരഞ്ജിനി എന്നിവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെയും അവർ അതിനെ അതിജീവിച്ചതിനെയും കുറിച്ചാണ് പറയാൻ പോകുന്നത്. നായികയായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കലാരഞ്ജിനി സ്ക്രീനിൽ നമ്മളെ എല്ലാം സന്തോഷിപ്പിക്കുന്ന ആളായി നിലനിന്നു എങ്കിലും ജീവിതത്തിൽ സമാനതകൾ ഇല്ലാത്ത ജീവിത ദുരിതങ്ങൾ സഹിച്ച ആളാണ്. വിവാഹ ജീവിതത്തിൽ അവർ അനുഭവിച്ചതിന് കയ്യും കണക്കുമില്ല. ശാരീരികവും മാനസികവുമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ സഹിച്ചു. ചിലതൊക്കെ സഹിച്ചതും ക്ഷമിച്ചതും ജീവിതം പോകേണ്ട എന്ന് കരുതിയാണ്. എങ്കിലും അവരെ കൊണ്ട് താങ്ങാവുന്നതിന് അപ്പുറമായപ്പോഴാണ് അതിൽ നിന്നും പുറത്തെത്തിയത്. ഏതു വേഷവും അതിമനോഹരമായി ചെയ്യുന്ന താരമാണ് കലാരഞ്ജിനി. വളരെ പ്രതീക്ഷയോടെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കല കടക്കുന്നത്. അവർ അനുഭവിച്ച വിഷയങ്ങൾ വിവരിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ കണ്ണുകൾ ഈറനണിയും. 3 പേരിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത് കലയാണ്. കൽപ്പനയ്ക്കാണ് അവരുടെ അമ്മയുടെ സെൻസ് ഓഫ് ഹ്യൂമർ അതേപടി കിട്ടിയത്. ഒരു സങ്കടക്കടൽ ഉള്ളിൽ ഒതുക്കിയപ്പോഴും അവർ നമ്മളെ എല്ലാം പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടിരുന്നു. ഭാഗ്യരാജാവിൻ്റെ ചിന്നവീട് എന്ന സിനിമയിൽ നായികയായി അരങ്ങേറി. തൻ്റെ ഭർത്താവ് താനറിയാതെ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്ന കഥയായിരുന്നു ചിന്നവീട്ടിൽ ഉണ്ടായിരുന്നത്. ചിന്നവീട്ടിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ ജീവിതത്തിലും ഇത് വരുമെന്ന് കൽപ്പന ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. കൽപ്പനയെ വിവാഹം ചെയ്തു കൊണ്ടുവന്നത് ആലപ്പുഴയ്ക്കായിരുന്നു. എന്നാൽ അധികകാലം അവർ ഒരുമിച്ച് ജീവിച്ചില്ല. മാനസികമായി അവർ അകന്നിരുന്നു. എന്നാൽ കൽപ്പന ആരോടുമൊന്നും പറഞ്ഞിരുന്നില്ല. എല്ലാം ഉള്ളിലൊതുക്കി കഴിയുകയായിരുന്നു. ആഹാരത്തിന് ഒപ്പം അത്രയും തന്നെ മരുന്നുകൾ കഴിക്കുന്ന ആളായിരുന്നു കൽപ്പന. എന്നാൽ അത്രയും മരുന്നുകൾക്കൊപ്പം എണ്ണ പലഹാരങ്ങൾ കൂടി കൽപ്പന കഴിക്കുമായിരുന്നു. ആരോഗ്യം നോക്കാൻ കൽപ്പനയ്ക്ക് വലിയ മടിയായിരുന്നു. താളം തെറ്റിയ കുടുംബജീവിതം വേർപിരിയലിൽ അവസാനിച്ചു. എന്നാൽ മകൾക്ക് വേണ്ടി തിരികെ വരും, നേരിടും എന്നാണ് പലപ്പോഴും പറഞ്ഞത്. ജീവിതത്തോട് വാശിയുണ്ടായിരുന്നു, എങ്കിലും മരണം അവരെ തോൽപ്പിച്ചു. ഉർവശിയും അപ്രതീക്ഷിതമായി അഭിനയത്തിലേക്ക് എത്തിയതാണ്. റിയൽ ലേഡി സൂപ്പർ സ്റ്റാറാണ് ഇന്നും ഉർവശി. തൻ്റെ ഓരോ സിനിമയിലെ കഥാപാത്രങ്ങളെയും അവർ മികവുറ്റതാക്കി. ആദ്യ വിവാഹ ജീവിതത്തിൽ പല താളപ്പിഴകൾ ഉണ്ടായെങ്കിലും ഇന്നവർ സന്തോഷവതിയാണ്.